കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എല്ലാ ദൈവങ്ങളും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന കർത്താവിന് ഇഷ്ടമുള്ളതായി തീരുവാൻ കർത്താവ് നമ്മുടെ ആരാധന സ്വീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും അല്പസമയം കർത്താവിനെ ആമേൻ ആസ്വദിച്ചു കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെല്ലാം കർത്താവിൽ ഏകീകരിക്കാം. പ്രൈസ് അലോട്ട്. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ ഞായറാഴ്ച ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഈ ദേശത്ത് കർത്താവ് ഒരുക്കിയ സാഹചര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ കൂടി വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവുമായി തീരണം കർത്താവേ. ആരാധനയിലുടനീളം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവമേ, ആരും കർത്താവേ ഹല്ലേലൂയ മറ്റ് ചിന്തകളിലൊന്നും ആയി പോകാതെ കർത്താവിനെ ആരാധിക്കുന്നത് കർത്താവെ ഒരു പാഷനായിട്ട്, ഒരു സന്തോഷമായിട്ട് ഏറ്റെടുത്ത് ഇതിനകത്തിരുന്ന് എല്ലാവരും ആരാധിക്കുവാനിടയിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങൾ സമൃദ്ധമായ മകളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ആരാധനയിൽ കർത്താവ്. ഹല്ലേലൂയ ആമേൻ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, വിടുതലുകളൊക്കെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ. പാടി ആരാധിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ നിരാശകളും വേദനകളും എല്ലാം ഞങ്ങൾ നീങ്ങിപ്പോകാനിടയിൽ തരണമേ കർത്താവേ. ദൈവമേ, ഈ ദേശത്ത് വലിയ ഉണർവിന് കർത്താവ് ഞങ്ങളെ കാരണക്കാരാക്കി തീർക്കണമേ കർത്താവേ. ദൈവമേ, അനേക ആത്മാക്കൾ ഈ ദേശത്ത് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന് ഞെരുങ്ങുന്ന ആമേൻ സ്തോത്രം ഒരുപാട് മനുഷ്യരുണ്ടല്ലോ കർത്താവേ. അവരെയൊക്കെ വിടുവിക്കുവാൻ കർത്താവേ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഈ ആരാധന ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഈ ആരാധനയുടെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കുവാനിടയായി തരണം. ആമേൻ. ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് സമാധാനവും സന്തോഷവും ആമേൻ വ്യാപരിക്കുവാനിടയായി തരണമേ കർത്താവേ. ഹല്ലേലൂയ. രോഗസൗഖ്യങ്ങൾ അവരുടെ ഇടയിലേക്ക് വ്യാപരിക്കുവാനിടയായി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. ആമേൻ. സ്വതന്ത്രം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണം. അങ്ങേറ്റെടുക്കണമേ ഈ ആരാധന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി കൂട്ടിവരുത്തുള്ളവരെ എത്രയും വേഗം കൂട്ടിവരുത്തിക്കാട്ടെ. പ്രാർത്ഥനയാചനയെ കേട്ട കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പഠിക്കാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ
നല്ലവനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാമം പാടിയിടും മുഴങ്ങാൻ മടങ്ങിയിടും യേശുരാജനെ ആരാധിച്ചിടാം. ആമേൻ. എല്ലാ നാമം പാടിയിടും മുഴങ്ങാൻ മടങ്ങിയിടും യേശുരാജനെ ആരാധിച്ചിടാം. ആമേൻ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. Hallelujah. Praise the Lord. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ Praise the Lord. ആത്മനാഥനെ ആരാധിച്ചിടാം. ധനബലജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. ആമേൻ. 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 ധനബലജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ഓ മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആമേൻ. മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ഓ മഹത്വം പുകഴ്ചയും സർവ്വം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആമേൻ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആമേൻ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. Hallelujah. Hallelujah. ആത്മാവിന്റെ നിറവിൽ Praise the Lord. കുരിശിന്റെ Hallelujah. 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 ആരാധിച്ചിടാം. Amen. 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 ആത്മാവിനാലെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മാവിനാലെ ആരാധിച്ചിടാം. ആമേൻ. ആത്മാവിന്റെ Hallelujah. 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 ആരാധിച്ചിടാം. Praise the Lord. Amen. 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 Oh, glory, 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 Hallelujah, hallelujah, hallelujah. Praise the Lord. Jesus, 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 Jesus. Praise Jesus. Hallelujah, hallelujah. Praise the Lord. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. 30-ാമത്തെ സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. Psalm 30. 30-ാമത്തെ സങ്കീർത്തനം. Psalm 30. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല.
യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ച് ഞാൻ ഭ്രമിച്ചു പോയി. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അവസാനത്തെ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം എടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധ കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പോലും നമ്മളോട് പറഞ്ഞില്ല ലോകത്തിൽ കഷ്ടം ഇല്ല എന്നല്ല പറഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കഷ്ടങ്ങളുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഐ ഓവർകം ഓൾ ദ ട്രിബുലേഷൻസ്, ഐ ഓവർകം ദ പെയിൻ, ഐ ഓവർകം ദ സഫറിങ്, ഐ ഓവർകം ഈവൻ ദ ഡെത്ത്. മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. പെയിന് ഒരു എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ട് കേട്ടോ. പെയിൻ, ഹല്ലേലൂയ. വേദനയ്ക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? ഒരു നേരം കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ അത്രമേ ഉള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. പ്രൈസ് ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നവനാണ് കേട്ടോ. കർത്താവ് ഒരിക്കൽ പോലും ടീച്ച് ചെയ്തില്ല, ആമേൻ, നിങ്ങളെ സങ്കടമില്ലാത്തൊരു ദിവസം തരാം, സങ്കടമില്ല, പ്രയാസമില്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സങ്കടമുണ്ട്, ഞാൻ നിങ്ങളെ അതിൽ കൂടെ കടന്നു. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല. യു ആർ നോട്ട് എലോൺ ടു ഫേസ് ദ പ്രോബ്ലംസ് ആൻഡ് ട്രിബുലേഷൻസ്, ബട്ട് ഐ വിൽ ബി വിത്ത് യു. നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അത് അനുഭവിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. കർത്താവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി, ഈ പ്രയാസത്തെ ഒക്കെ അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ നിന്ന് അപ്പുറം കടക്കുവാൻ കർത്താവിൻ്റെ സഹായം വേണമെന്ന് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിൻ്റെ മുഖത്തെ മറച്ച് ഞാൻ ഭ്രമിച്ചു പോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത്, ഹല്ലേലൂയ, ലാഭമുള്ളൂ. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരൻ അവസാനം കർത്താവിൽ സന്തോഷം കണ്ടെത്തുകയാണ്. പ്രൈസ് ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, എന്നോടൊപ്പം നടക്കാൻ. നിങ്ങൾ കർത്താവിനോടൊപ്പം നടക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ വേദനകൾ നിങ്ങളിൽ നിന്ന് ഒലിച്ചില്ലാതായി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കും. ഒരു വാക്സ് ഒരു തീയുടെ മുമ്പിൽ ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ നിരാശകളും ഒക്കെ മാറിയിട്ട് ഒരു ഉഷസ്സിലെ സന്തോഷം പോലെ, ഹല്ലേലൂയ, സന്തോഷത്താൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം. അനുഭവം നിങ്ങൾക്കുണ്ടാകും. എത്ര പേരതിനകത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കാനായിട്ട് തുടങ്ങുക. എല്ലാ ദൈവമക്കളും നിങ്ങളുടെ വേദനകൾ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റിവെച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാനിടയായി തീരട്ടെ. ആമേൻ. ഒന്നോർത്തോണം, യു വിൽ ഹാവ് ട്രിബുലേഷൻസ് ഇൻ ദ വേൾഡ്, ബട്ട് കർത്താവ് പറയുകയാണ്, ബട്ട് ടേക്ക് ഹാർട്ട്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രതിസന്ധിയിലൂടെ നടന്നു പോയാലും തളരാതെ നമുക്ക് ഉറയ്ക്കാം, കർത്താവിൽ ഉറയ്ക്കാം. കർത്താവേ, നീ എൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം. എല്ലാ ദൈവങ്ങളും അങ്ങനെ ഒന്ന് പറഞ്ഞേ, കർത്താവേ,
കർത്താവിൻ്റെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ആരുമില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ. എത്രമാത്രം കൂട്ടുകാരും കൂടുള്ളവരുമൊക്കെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാലും ചില പ്രത്യേക നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ആരുമില്ല എന്നുള്ള അനുഭവം വരും. അപ്പോഴും കൂടെ കൂട്ടുവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിലൊന്ന് ആശ്രയിക്കാൻ സാധിക്കുമോ? ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പ്രതിസന്ധി, എൻ്റെ വേദനകളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നൊരു കർത്താവ്. ആ കർത്താവിനെ നമ്മൾ പാടി ആരാധിക്കാൻ പോകുകയാണ്. പ്രൈസിൽ എല്ലാ മനസ്സുകളും ദൈവത്തിലേക്കൊന്ന് ഏകാഗ്രമാക്കട്ടെ. ഈ ആരാധന നിങ്ങൾ കർത്താവിന് കൊടുക്കുന്നത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. യു ആർ നോട്ട് ഷോവിങ് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ. വി ആർ വർഷിപ്പിംഗ് ദ ലോർഡ്. ഒരു എന്തുവാ പ്രൈസിനും ഒക്കെ വർദ്ധിയായിട്ടുള്ള ഹല്ലേലൂയ, സ്തുതിക്ക് യോഗ്യനെന്ന ദൈവവചനം വിളിക്കുന്നു. ആ യോഗ്യനായ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ വന്നേക്കുക. അതൊന്ന് ഓർത്ത് എല്ലാവരും പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ രക്തതാജ് പ്രൈസ് ലോർഡ്. നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. This is my prayer in the desert, when all that's within me feels wrong.
to worship. All of my life, in every season, you are still God. I have a reason to sing. I have a reason to worship. All of my life, in every season, you are still God. I have a reason to sing. I have a reason to worship. I will bring praise. I will bring praise. No weapon formed against me shall remain. I will rejoice. I will declare God is my victory and He is there. I will bring praise. I will bring praise. No weapon formed against me shall remain. I will rejoice. I will declare God is my victory and He is here. Praise the Lord. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞ വാക്കുകളൊക്കെ ആവർത്തിച്ചതിനകത്ത് ദിസ് ഈസ് മൈ പ്രയർ ഇൻ ദ ഫയർ ഇൻ ദ വീക്ക്നെസ് ഓർ ട്രയൽ ഓർ പെയിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വേദനകൾ, നമ്മുടെ വീക്ക്നെസ്സസിലൊക്കെ നിറഞ്ഞു വരുന്ന ദൈവിക സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ഒരിക്കൽ പോലും ഷുഗർ കോട്ട് ചെയ്യുന്നില്ല. ബൈബിൾ ഡസ് നോട്ട് ഷുഗർ കോട്ട് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. Instead, it is teaching us how to navigate with faith. ട്രയൽസിനെ ഫെയ്ത്തിനോടൊപ്പം എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ട്രയൽസിൻ്റെ കൂടെ, നിങ്ങളുടെ പെയിനിൻ്റെ കൂടെ കർത്താവുണ്ട് എന്ന് നമ്മൾ പാടി ഹല്ലേലൂയ. ഒരു വെപ്പണും ഫലിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നിവിടെ നിൽക്കുന്നവർ ആ വിശ്വാസത്തോടെ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ യുദ്ധങ്ങളെ കർത്താവ് ജയിപ്പിക്കും കേട്ടോ. നിങ്ങളുടെ വേദനകളെ ആമേൻ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് ആ വേദനകൾ സന്തോഷമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. എത്ര അത്ഭുതങ്ങളാണ് നൊടി നേരം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിലൊക്കെ വി ആർ ലേണിംഗ് എ ലോട്ട്. നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ട്രയൽസ്, നമ്മുടെ പെയിൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിരാശപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും കർത്താവിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. നിങ്ങളുടെ വേദനകളെല്ലാം ഒന്ന് മാറ്റിവെക്കുക. അത് കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. വേദനയുടെ കൂടെ, നിങ്ങളുടെ നിരാശകളുടെ കൂടെ, നിങ്ങളുടെ പ്രതിസന്ധികളുടെ കൂടെ ഹല്ലേലൂയ, നിങ്ങളെ അതിനെ കടത്തിക്കൊണ്ടു പോകുവാൻ അവൻ ശക്തനായ ഒരു നാലാമൻ നിന്റെ കൂടെ ഉണ്ട്. ആ തീക്കകത്തിൽ, ആ ഫയറിനകത്തിൽ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ തീയുടെ മണമേൽക്കാതെ കർത്താവ് നിന്റെ കൂടെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് സകല ചിന്താകുലങ്ങളും മാറ്റിവെച്ചിട്ട് അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെങ്കിലും ഇതുവരെയും ആരാധനയിലേക്ക് ആമേൻ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് ആമേൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാ ചിന്തകളും മാറ്റിവെച്ച് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ഗ്ലോറി ശരദരദര. അത്ഭുതങ്ങൾ ചെയ്യുന്ന
ആദ്യനും അന്ത്യനുമായവനെ, എന്നെ രക്ഷിപ്പാൻ സ്വയയാഗമായി തീർന്നവനെ. കർത്താവിൻ്റെ സ്നേഹം ഒന്ന് ഞാൻ അന്നേരം ഓർക്കുകയായിരുന്നു. യുഗങ്ങളായിട്ട് ദൈവരൂപത്തിലിരുന്നവൻ ഒരു ബ്രീഫ് ടൈമിലേക്ക് കണ്ണടച്ച് തുറക്കുന്ന 33 വർഷം ഒരു മനുഷ്യനായി തീർന്ന് നമ്മളുടെ വേദനകളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കർത്താവ് നമ്മളൊക്കെ കാണിച്ചു തരികയായിരുന്നു. നീ പേടിക്കണ്ട, ഈ കുറഞ്ഞ ആയുസ് അതിന് എത്ര ആയിക്കോട്ടെ, ഹല്ലേലൂയ, നിന്നെ നിത്യമായ ആ ദൈവിക അനുഭവത്തിലേക്ക് നിന്നെ കടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിലേക്ക് ഞാൻ വിളിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് കർത്താവ് കാണിച്ചു തരികയായിരുന്നു. ജീവിക്കുന്നതും മരിക്കുന്നതുമൊക്കെ. എന്നിട്ട് പറഞ്ഞു, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ യാഗമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ മരണഭയത്തെ എല്ലാം ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ കർത്താവ് നീക്കിക്കളഞ്ഞു. വിശ്വസിക്കുന്നവർ മരണഭയം ഉണ്ടാകത്തില്ല കേട്ടോ. നിങ്ങളുടെ മരണഭയത്തെയാണ് കർത്താവ് ഡിലീറ്റ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയർപ്പിലൂടെ കർത്താവ് കാണിച്ചു തന്നത് അത്യത്ഭുതമായ കാര്യമാണ്. നമ്മളുടെ ഉള്ളിലേക്ക് ആ പ്രകാശം തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൂടെ കർത്താവുണ്ട്. എല്ലാ ദൈവങ്ങളും ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മാർത്ഥമായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശരദര രബാ രബാൽഗന ജിഗര. ഇതിനകത്ത് കർത്താവിൻ്റെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇതിനകത്തിൽ പീഡകൾ, വേദനകൾ മാറിപ്പോകട്ടെ. ഇതിനകത്ത് നിരാശകൾ മാറിപ്പോകട്ടെ. ഇതിനകത്ത് മരണഭീതി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിസറക്ഷന്റെ പവർ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പലവിധമായ രോഗങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന പൈശാചിക പോരുകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രദര രബാ രബൽഗന ജിഗര ലഗന ശതര രബൽ രദരദര രബാ രബൽഗന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം വെറുതെ അല്ല. നമ്മൾ വന്നത് വെറുതെ അല്ല. നമ്മുടെ നിരാശകളെയും വേദനകളെയും എല്ലാം എടുത്തു മാറ്റുന്ന കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഇതിനകത്തുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു കാൽവരിയിൽ സ്വയയാഗമായി തീർന്നു. ഹല്ലേലൂയ. അതിനകത്തൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി നിന്നെ ബലപ്പെടുത്തുന്നത്, നിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോട് ഉയർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശരീരം ബലഹീനമാണെങ്കിലും നിന്റെ ആത്മാവിന് ബലം തരുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, ഹല്ലേലൂയ, പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നൽകി തരുന്ന കർത്താവിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രിയ ദൈവമക്കളുടെ മേൽ യേശുവിന്റെ ഹല്ലേലൂയ രോഗസൗഖ്യത്തിന്റെ ആത്മാവ് പകരപ്പെടട്ടെ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise Jesus. Hallelujah. Amen. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക, ഇതിനകത്ത് രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് വിശ്വാസം വേണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി എന്നെ മുക്കിക്കളയാനല്ല, ഈ കടൽ എന്നെ മുക്കത്തില്ല. എൻ്റെ കൂടെ എൻ്റെ ബോട്ടിൽ എൻ്റെ കർത്താവുണ്ട്. ആ വിശ്വാസമാണ് നമുക്ക് വരേണ്ടത്. എൻ്റെ കുടുംബത്തെ ഛിദ്രിപ്പിക്കാൻ ദുഷ്ടന് കഴിയത്തില്ല. എൻ്റെ വീട്ടിൽ കലഹങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ ബോട്ടെ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കാറ്റും കോളുമൊക്കെ കണ്ട് ഞാൻ പേടിച്ചരണ്ട് ഇരിക്കാനുള്ളവനല്ല. എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ ഒരു ദുഷ്ടനും അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ബോട്ടിൽ കർത്താവുണ്ട്. ധൈര്യമായിട്ട് നിൽക്ക്. ഞാൻ ഹല്ലേലൂയ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട. കർത്താവ് ലോകാവസാനത്തോളം ഉണ്ടാകും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. എല്ലാ ചിന്തകളും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
नीचे आती है, स्तुति आराधना ऊपर जाती है, आशीष लेकर नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया, हालेलुया, हालेलुया,
Praise the Lord, praise the Lord, praise the Lord. Praise Jesus. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സജിത്ത് ഇപ്പോൾ പ്രാർത്ഥന നമ്മളെ Hallelujah, Jesus. ആമേൻ. ഹല്ലേലൂയ. ഞായറാഴ്ച ആമേൻ പകൽക്കാലം കർത്താവിനെ ആത്മാവത്തിൽ ആരാധിപ്പാൻ ഞങ്ങൾ കൂടി ഒരു കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ അവിടുന്ന് ആയതിനുള്ളൊക്കെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് സാവകാശരായ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ പാടുവാൻ നിന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. വചനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്നും കർത്താവെ അങ്ങയുടെ ദാസനോട് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിത അനുഗ്രഹത്തിനും അത് ഞങ്ങളുടെ വിടുതലിനും കാരണമായി തീരുവാൻ അങ്ങയുടെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. ആരെങ്കിലും ഭാരത്തോടെ ആരെങ്കിലും പ്രയാസത്തോടെ ഹല്ലേലൂയ കടന്നു വന്നിട്ടുള്ള കർത്താവെ ഹല്ലേലൂയ ദൈവിക സമാധാനം ദൈവിക വിടുതലും പ്രാപിച്ചതായി മടങ്ങി പോവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഭവനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സൗരസമാർക്കൊക്കെ പ്രാർത്ഥി കർത്താവെ അവരേത് ഭാരത്തോടെ ആയിരിക്കും ഞങ്ങൾ അറിയുന്നില്ല കർത്താവ്. എന്നാൽ അവരായിരിക്കും ഞങ്ങളെ കർത്താവ് അവരോട് ഇടപെടുകയും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും കർത്താവെ. തുടർന്ന് ഓരോ ശ്രമയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപ പ്രാപിച്ച് മടങ്ങി പോവാൻ അവിടെ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മാനവത്വം തന്നെ എടുക്കണം സൗ ഞങ്ങൾക്കായി ക്രൂശിമ ജീവജേഷ് കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കഥാസ്ഥാനങ്ങളിരിക്കാം. കഥാവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ ബിബി ഇന്ന് വചനം സംസാരിക്കും. ബിബിയെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല കറുത്ത ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. പലരും നാട്ടിലായിരുന്നു, അവരെല്ലാം മടങ്ങി വന്നിട്ടുണ്ട്. സജിത് ബ്രദർ ഫാമിലി ഉണ്ട്, പിന്നെ ജീസൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞ ദീപക് ബ്രദർ ഒറ്റ ദിവസത്തിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് വലിയ അതൊക്കെ ഒരു അല്ലേ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസാണ്. ഫ്ലൈറ്റിൽ ചെന്ന് നാട്ടിലിറങ്ങി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അതൊരു ഒരു ഒരു പ്രത്യേക ഇൻഡിക്കേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. വലിയൊരു ബിസിനസ്സുകാരനായി മാറട്ടെ, അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെറിയ ചെറിയ ഷോർട്ട് ട്രിപ്പുകളൊക്കെ തരട്ടെ, അതൊരു പ്രൊഫറ്റിക്കലായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ആരാധന എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്കുകൾ ഓരോന്നും പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിശക്തമായ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നമുക്ക് ലഭിച്ച അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫേസ്യ chapter 2 verse 10. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ കേട്ടും വായിച്ചും അറിയാവുന്നൊരു വാക്യമാണിത് അല്ലേ. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇത് എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത് വളരെ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുവാണെങ്കിൽ അതൊരു വേറൊരു തലം തന്നെയാണ് അല്ലേ. നമ്മുടെ ഭൂമിയിലെ ചിന്താഗതി അല്ല, വേറൊരു വേൾഡിലേക്കാണ് അത് മുഴുവൻ ശ്രദ്ധ തിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ലോകത്തിലുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസും പറയുന്നുണ്ട് അല്ലേ. പൗലോസിന് ആ ഒരു വെളിപ്പാട് റെവലേഷൻ കിട്ടുന്നത് യേശു മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം താൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും യേശുവിലൂടെ ലഭിച്ച വെളിപ്പാടുകൾ അത് വളരെ ഹൃദ്യമായ വെളിപ്പാടുകൾ. അതിലൊന്നാണ് അദ്ദേഹം പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇത് ഈ ഒരു വാക്യത്തിലൂടെ നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങ് മാറുക. ശരിക്കും
നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന, എഫേസ്യ സഭ വിചാരിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ വാക്യം കേട്ടപ്പം അവിടെ മനസ്സിൽ നിന്ന് മാറി. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടോ, ഞാൻ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചു പോയതാ അല്ലേ? ചിലർ പറയാറുണ്ട്, ഞാൻ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചു, ഞാൻ പ്ലാൻഡ് ഒന്നുമല്ല, ഞാനങ്ങ് ഉണ്ടായിപ്പോയതാ. ചിലപ്പോൾ നമ്മൾ പറയും, ചില കുട്ടികളൊക്കെ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചാന്ന് പറയാറുണ്ട്. പക്ഷേ അത് ദൈവജനപ്രകാരം, ദൈവത്തിൻ്റെ കാഴ്ചപ്രകാരം അത് ശരിയല്ല. ഒരു കാര്യവും ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നില്ല. ഈ വാക്യത്തിലൂടെ അത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആക്സിഡൻ്റായിട്ട് തോന്നും അല്ലേ? പക്ഷെ ദൈവത്തിന് അതൊന്നും ആക്സിഡൻ്റ് അല്ല. നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു സിറ്റുവേഷനുണ്ട്. എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാഴ്ചപ്പാട് എന്തുവാ? ഒന്നാമത് ചോദിക്കും, നമ്മൾ പേര് ചോദിക്കും. പേര് ചോദിച്ചതിന് ശേഷം എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കും അല്ലേ? നമ്മുടെ നാട്ടിലെ നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ട് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചിലർ പറയും തിരുവനന്തപുരം, ചിലർ പറയും കോട്ടയം, ചിലർ പറയും കൊല്ലം. ഈ ജില്ലകളിലെല്ലാം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഇവരിങ്ങനെയാണ്. സമൂഹം കൽപ്പിച്ചു വെച്ച കാഴ്ചപ്പാടുള്ളത്. തൃശ്ശൂർ ഇങ്ങനെയാണ്, കോട്ടയം ഇങ്ങനെയാണ്, കണ്ണൂർ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി എവിടെയാ? നമ്മൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കും. പിന്നെ അടുത്ത ചോദ്യം, എന്നാ ജോലി, എന്തുവാ ജോലി ചെയ്യുന്നത്? അപ്പം ഇതുമെല്ലാം ലിങ്ക്ഡ് ആയിട്ട് നമ്മുടെ വാല്യൂവിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നല്ലേ? മനുഷികമായി പറഞ്ഞ എവിടെയാണ് പഠിച്ചേ? ഓ, ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചേ, എന്നാ മിടുക്കുന്ന. IIT-യിലാണ് പഠിച്ചത്, എന്നാൽ സംതിങ് ബിഗർ. ഓ, ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഓ, CBSE സിലബസിലാണ് പഠിക്കുന്നത്. ഓ, ഭയങ്കര സംഭവം. നമ്മുടെ ഐഡിയ അനുസരിച്ച് ഒരു വ്യക്തിക്ക് വാല്യൂ കൂടുന്ന ഈ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, എവിടെ ജനിച്ചു, ഏത് ഭാഷകൾ സംസാരിക്കുന്നു, ഏത് ജോലി ചെയ്യുന്നു, എന്തെല്ലാം കഴിവുകളുണ്ട് അല്ലേ, എന്തെല്ലാം പ്രാപ്തിയുണ്ട്. ഇതിനനുസരിച്ചാണ് നമ്മൾ ആ വ്യക്തിയെ വാല്യൂ ചെയ്യുന്നത്. അത് ഇന്നും സമൂഹത്തിൽ അതൊരു മാറ്റമൊന്നുമില്ല. എൻ്റെ പപ്പ പാസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ചർച്ചിലെ സിറ്റുവേഷൻ തന്നെ പറയാം. ഒരിക്കലും ഒരു അച്ഛൻ പപ്പയെ കാണാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആ ഫാമിലിക്ക് ഇനി പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ കൊടുക്കുക, വലിയ ഇതൊന്നും ചെയ്യാൻ പോകണ്ട. പപ്പ ചോദിച്ചു, അതെന്താ? ഒരു വിശ്വാസമില്ലല്ലോ. അല്ല, അവർ നമ്മുടെ ആൾക്കാരല്ല. അവിടെ ഒരു വ്യത്യാസം. എന്തുവാ? തൊലിയുടെ നിറത്തിലോ ഏതോ നമ്മുടെ നാട്ടിലുള്ള ജാതി വ്യവസ്ഥയിലനുസൃതമായി വിശ്വാസത്തിൽ വന്നിട്ടും പറയാണ് അവർ നമ്മുടെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇത് ശരിയായ കാഴ്ചപ്പാടുകളല്ല. പക്ഷെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വർഗമേ ഉള്ളൂ, മനുഷ്യരാശി. വേറെ ഒന്നുമില്ല. ദൈവത്തിന് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ നമ്മളാണ് വ്യത്യസ്തമായ നിലവാരത്തിൽ ഓരോ വ്യക്തികളെ മാറ്റി നിർത്തുന്നത് നിറത്തിൻ്റെ പേരിൽ അല്ലേ? ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ പലരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഇവൻ്റ് നടത്തുന്ന വിചാരിക്കുക. ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്യുമ്പം നമ്മൾ ആരൊക്കെയാണ് കൂട്ടുപിടിക്കുന്നത്? നമ്മുടെ അല്ലേ, നമുക്ക് പറ്റുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാ? നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടവരെയാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ അന്തർലീനമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വില കൽപ്പിക്കുന്നതും. പക്ഷെ ദൈവത്തിൻ്റെ വചനം അതിന് എൻ്റർലി ഡിഫറെൻ്റാണ്. ഇപ്പം ഇന്ന് പാസ്റ്റർ ഇവിടെ അനൗൺസ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷനുണ്ട് ചർച്ചിൽ. ഏതാ? ഉദാഹരണം പറയാം, സെക്രട്ടറിയുടെ പൊസിഷനുണ്ട്. ഇപ്പം പീറ്റർ ബ്രദർ സെക്രട്ടറി ഒന്ന് പറഞ്ഞ് പാസ്റ്റർ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുമായിരിക്കും? നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തുവാ? സെക്രട്ടറിക്ക് പറ്റിയ കഴിവുള്ള വ്യക്തി ആരാ? നമ്മുടെ മനസ്സിൽ കുറച്ച് സ്കിൽസും ക്വാളിഫിക്കേഷൻസും ഉണ്ട് ഇല്ലേ? അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെഫർ ചെയ്യത്തുള്ളൂ. നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസും ക്വാളിഫിക്കേഷനും ആ ജോലിക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിലേ സെലക്ഷൻ നടക്കുകയുള്ളൂ. അങ്ങനെയാണ് ലോകത്തിൻ്റെ സമ്പ്രദായം. പക്ഷെ ദൈവത്തിൻ്റെ സമ്പ്രദായം അങ്ങനെയാണോ?
ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കോൾ ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഏത് സ്കിൽസിൻ്റെ ബേസിലാണ്? ഏത് ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ്? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവം സെലക്ട് ചെയ്യുന്നതിൻ്റെ ഡിസിഷൻ നമുക്കറിയില്ല. ഒരു മനുഷ്യർക്കും അറിയില്ല. പലപ്പോഴും ചില ആൾക്കാർ പറയണ്ടോ, ഇന്നാൾ പാസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോലും അറിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ടല്ലേ. ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ പാസ്റ്റർമാരെ വിലയിരുത്ത് എങ്ങനെയോ, നല്ല പ്രാസംഗികനാ, നല്ല പെർഫോമൻസാ. നമ്മളാണ് അങ്ങനെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ ദൈവം ചൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഈ വാക്യത്തിനകത്ത് ആ ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് അറിയാം. ദാവീദിനെ കുറിച്ച് തൻ്റെ പിതാവിൻ്റെ കാഴ്ചപ്പാട് എന്തുവാ? താനൊരു മിടുക്കനായിട്ടുള്ള ഒരു ആട്ടിടയനാണ്. തൻ്റെ ആടിനെയൊക്കെ പരിപാലിക്കുന്ന ഒരു മിടുക്കനായ ഒരു കുട്ടി. ഇത്രേ ഉള്ളൂ. സഹോദരന്മാർക്കോ വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ തൻ്റെ സഹോദരന്മാരോ പട്ടാളത്തിലാ. എൻ്റെ മോനെവിടാ? പട്ടാളത്തില്ല. അവർ മിലിറ്ററിയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. ഇളയ മോനോ അവനവിടെ പശുവിനെ മേയിച്ച്. എൻ്റെ വ്യത്യാസം മനസ്സിലായോ? രണ്ടുപേരും മനുഷ്യരാ. പക്ഷെ നമ്മൾ കൽപ്പിക്കുന്ന വാല്യൂ എങ്ങനെയാ? ഏത് തസ്തികയിൽ വർക്ക് ചെയ്യുന്നു, ഏത് ജോലി ചെയ്യുന്നു, എന്തുവാ പൊസിഷൻ, എന്തുവാ തൻ്റെ കഴിവ്. പക്ഷെ ദൈവം ദാവീദിനെ നോക്കിയിട്ട് എന്താ കണ്ടേ? മനുഷ്യരാരും കാണാത്തതാ ദൈവം കാണുന്നത്. എന്നെയും നിങ്ങളെ ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ആരും കാണാത്തതാ. ഞാൻ സജിത്തിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ദൈവം കാണുന്നത് ഞാൻ ചിന്തിക്കുന്നതേ അല്ല. ഞാൻ നോക്കുന്ന സജിത്തിന് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, എന്നാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ച് ഇതാക്കാന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം അത് ചിന്തിക്കുന്നേ ഇല്ല. നമുക്ക് സങ്കീർത്തനം ഒന്നെടുക്കാം. ദാവീദിനെ പരാമർശിച്ചപ്പം ദാവീദ് സങ്കീർത്തനത്തിലൊരു വാക്യം പറയുന്നുണ്ട്. 139 സങ്കീർത്തനം, അതിൻ്റെ 13 മുതൽ ഓക്കെ. ദാവീദ് പറയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഓക്കെ, നല്ലവണ്ണം അറിയുന്നു. ദാവീദിന് കിട്ടിയൊരു ദർശനമാണ് അത്. അടുത്ത വാക്യം, അത് മതി. ഇവിടെ ദാവീദ് തന്നെ പറയുന്നേ ആ വാക്യസത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും. എവിടെയാ രഹസ്യം? ആരാ രഹസ്യത്തിൽ ഉണ്ടാക്കിയ? എന്നെ രഹസ്യത്തിൽ സൃഷ്ടിച്ചതാരാ? നമ്മൾ വിചാരിക്കുന്ന അമ്മയുടെ ഉദരത്തിലാണ് നമ്മൾ ഉരുവായെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്നതല്ല, ഞാൻ രഹസ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വാക്യത്തിൽ കൊരിന്തിൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ. ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല അങ്ങനെ രഹസ്യത്തിൽ ആർക്കും അറിയത്തില്ല. ദൈവം ചെയ്യാൻ പോകുന്ന ദൈവത്തിൻ്റെ മനസ്സിന് മാത്രമേ അതറിയുള്ളൂ. ദാവീദ് എവിടെ ഉണ്ടാക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ മനസ്സിലെവിടെയോ രഹസ്യമായി ഈ ഭൂതലത്തിലുള്ള ഒരു ക്രീച്ചേഴ്സിനും മനസ്സിലാകാത്ത സ്ഥലത്താണ് ദാവീദിനെ ദൈവം ഉണ്ടാക്കുന്നത്. ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പം. അപ്പം എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? എവിടെയോ രഹസ്യമായ ആരും കാണാത്ത സ്ഥലത്താണ് ദാവീദിനെ എന്നിട്ടാണ് ഉദരത്തിൽ വരുന്നത്. അങ്ങനെയല്ല എൻ്റെ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ആദ്യം നമ്മളെക്കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടാവും. ഓക്കെ, അതാണ് ദൈവത്തിൻ്റെ ചിന്ത. ദൈവത്തിനൊരു വ്യക്തിയെക്കുറിച്ച്, വ്യക്തിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കും. ഈ വ്യക്തിയെ ഞാൻ ഭൂമിയിലാക്കുന്നതിനാ. ആ വ്യക്തി ഭൂമിയിൽ വരാനൊരു മുഖാന്തരം ഒരു ഭാര്യയും ഭർത്താവും, അവരുടെ പേരൻസാ. അത് മുഖാന്തരം ദൈവമാക്കുന്നതാ. പക്ഷെ സൃഷ്ടിക്കപ്പെടുന്ന എവിടെയാ? രഹസ്യത്തിൽ.
ഭൂമിയുടെ അധോ ഭാഗങ്ങൾ ആർക്കും മനസ്സിലാകാത്ത സ്ഥലത്ത് ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. ആ വ്യക്തിയാണ് നമ്മൾ തൃശ്ശൂരിൻ്റെ പേരിലും തിരുവനന്തപുരത്തിൻ്റെ പേരിലും ചെംസ്ഫോർഡിൻ്റെ കീഴിലും തളച്ചിടാൻ നോക്കുന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാതെ നമ്മുടെ പേരൻസിൻ്റെ മനസ്സിലുണ്ടായ ചിന്തയല്ല. ലോജിക്കലി ചിന്തിച്ചാലും പേരൻസ് ഡിറ്റർമൈൻ ചെയ്യോ ഇന്ന ദിവസം ഇങ്ങനത്തെ തരത്തിലുള്ള കുട്ടി ജനിക്കണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് രൂപപ്പെട്ടത് എവിടെയാ? ദൈവത്തിലാണ്. അത് ആരും അറിയാത്ത സ്ഥലത്ത്. അതാണ് ദാവീദിനെ വ്യത്യസ്തനാക്കിയത്. ദാവീദിനെ ദൈവം നിർമ്മിച്ചപ്പം ദാവീദിന് ദൈവം എന്ത് കണ്ടു? ഒരു രാജാവിനെ കണ്ടു. പക്ഷെ ജനിച്ച് വീണപ്പം അപ്പം കണ്ടത് എന്നാ? എൻ്റെ ആടിനെ മേയ്ക്കാൻ ഒരു പയ്യനും കൂടെ ഉണ്ട്, ബാക്കി എല്ലാവരും. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കറിയണം. എന്തുവാ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? നമുക്ക് മോശയെ അറിയാം. മോശ ജനിച്ചു. മോശ മരണപ്പെടാതെ രക്ഷപ്പെട്ടു. എങ്ങനെയാ അല്ലേ? നൈൽ നദിയിൽ തഞ്ഞാകണപ്പെട്ടത്തിൽ ഒഴുകി നടന്നു, മരിച്ചില്ല. എവിടെ ചെന്നു? ഈജിപ്തിൽ ചെന്നു. ഫറവോൻ്റെ പുത്രിയുടെ മകനായി വളർന്നു. ദൈവത്തിൻ്റെ പ്ലാൻ എന്നാ? ഈ മോശക്കുഞ്ഞ് ഈജിപ്തിലെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കണം. അതിനാണ് ദൈവം പ്ലാൻ ചെയ്തത് തന്നെ മോശെ. ആ മോശ നോക്ക് എവിടെ ചെന്നു? ഈജിപ്തിൽ തന്നെ ചെന്നു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ആ കുട്ടി എന്ത് ചെയ്തു? ഈജിപ്തിലെ എല്ലാ അഭ്യാസങ്ങളും, എഡ്യൂക്കേഷൻ, എല്ലാ ഫെസിലിറ്റീസും അനുഭവിച്ചൊരു രാജകുമാരനായി വളർന്നു. ആരാ? അല്ലേ? തീർച്ചയായിട്ടും ദൈവ പദ്ധതിയാണ്. മോശയുടെ മാതാവ് ചിന്തിക്കൂ, അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. വിദ്യാഭ്യാസമായി എല്ലാമായി. പക്ഷെ മോശ ആ വിദ്യാഭ്യാസം കൊണ്ടും ആ പരിശീലനം കൊണ്ടും ദൈവത്തിൻ്റെ പ്ലാൻ വിജയിച്ചോ? ഇല്ല. താൻ തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടും രക്ഷിക്കാമെന്ന് വിചാരിച്ചെന്തരും പരാജയപ്പെട്ടു. ഒരു കൊലപാതകത്തിലൂടെ തൻ്റെ ജഡത്തിലെ ഒരു ചിന്തയാണ് തന്നെ എന്ത് ചെയ്തത്? അതിന്ന് മാറ്റിയത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ദൈവത്തിൻ്റെ കോളിങ് നമ്മളിൽ നിന്ന് എന്താ പറയുക ബ്രേക്ക് വരുന്നതോടെ നമ്മുടെ ജഡത്തിലുള്ള പ്രവൃത്തിയാണ്. താൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടിച്ചു. ഇത്രയും നേരം മകനായിരുന്ന പുള്ളി എന്ത് ഇപ്പം കൊലപാതകനായി അല്ലേ? ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പക്ഷെ പുള്ളി എന്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണെന്ന്. ഇപ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഉള്ള സമ്പത്ത് മുഴുവൻ പോയി. ഇപ്പം എന്ത് ചെയ്യുക പുള്ളി തൻ്റെ അമ്മായിപ്പൻ്റെ ആടിനെ മേയിച്ച് നമ്മൾ കണ്ടാൽ പറയൂ എങ്ങനെ പോകേണ്ട പയ്യനായിരുന്നു. ഓ, കുഞ്ഞിലെ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. എവിടെ ചെന്നു? കൊട്ടാരത്തിൽ വളർന്ന. പക്ഷെ ഇപ്പം കണ്ട അവൻ്റെ ഗതി പോയി, ഒരു ഗുണവുമില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് പുള്ളിയെ പോയോ? ഇതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. ലോകം എന്ത് പറഞ്ഞോട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ആലോചന ഒരിക്കലും മാറത്തില്ല. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ച് നീ എന്തായി തീരണമെന്ന് ആര് പ്ലാൻ ചെയ്തു? ദൈവം പ്ലാൻ ചെയ്തു. താൻ ഒരു കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ പ്ലാൻ മാറ്റിയോ? നമ്മളാണെങ്കിൽ അവൻ്റെ ക്യാരക്ടർ നോക്കി അവനെ കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇവൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തതാ. ദൈവം എല്ലാ മനുഷ്യരെയും ഒരു ഉദ്ദേശത്തിന് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്, എൻ്റെ ഉദ്ദേശത്തിനല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ ഓരോ കുടുംബത്തിൽ ദൈവം നമ്മൾ വിചാരിക്കുമോ അത് ഞാൻ പെണ്ണ് പോയി കണ്ടു അങ്ങനെ പെണ്ണ് കെട്ടിയതാ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയോ, അതൊക്കെ ആക്സിഡൻ്റ് അല്ല. അതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാ. പക്ഷെ ആ സമയത്ത് വേണേൽ റോങ് ചോയ്സ് എടുക്കാം. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും? ദൈവം തിരികെ കൊണ്ടുവരും. ഇതേപോലൊരു പ്രശ്നം ആർക്കുണ്ടായെന്നറിയോ? ഇരമ്യാവിനുണ്ടായിരുന്നു. ഇരമ്യാവിൻ്റെ പ്രശ്നം എന്നാ? ഇരമ്യാവ് പ്രവചക പുസ്തകം എടുക്കാം. ഇരമ്യാവ്
1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട് വാക്യം. 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചോ. നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ഒരു സ്പോട്ടായിട്ട് നീ ഉദരത്തിൽ വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ, അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന് നിന്നെ ഫുൾ അറിയാവുന്നു അല്ലേ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ അവിടെ ഒരു പുറത്ത് കിടക്കുന്ന ഒരു പാറക്കഷ്ണം കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ, അയ്യോ ഇത് എന്തിനാ പാറക്കഷ്ണം, ഞാൻ മാറ്റിയെടുത്തുള്ളൂ ഇല്ലേ? പക്ഷെ ആ പാറക്കഷ്ണം കൊണ്ട് പാസ്റ്ററെ കൊടുത്താൽ പാസ്റ്റർ ചെന്നിട്ട് ഈ കല്ല് വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അവിടെ ആ ഫൗണ്ടേഷൻ്റെ അവിടെ തിരുകാൻ പറ്റും എന്ന് പാസ്റ്റർ ചിന്തിക്കും. ഞാനതുപോലും ചിന്തിക്കില്ല, കാരണം എനിക്കിത് പാറക്കഷ്ണമേ ഉള്ളൂ. പക്ഷെ ആ സെയിം കല്ല് ഒരു നല്ലൊരു ശില്പിയുടെ കൈ കൊടുത്താൽ പുള്ളി ഫൗണ്ടേഷൻ വെക്കത്തില്ല. പുള്ളി എന്ത് ചെയ്യും? അതിനകത്ത് ഏറ്റവും മനോഹരമായ ഒരു രൂപം തന്നെ മനസ്സിൽ വരും അല്ലേ? നമ്മളെല്ലാം കൂർത്തിരിക്കുന്ന പാറക്കഷ്ണമായിട്ട് കാണുമ്പോൾ ദൈവം അതിൽ മനോഹരമായിട്ടുള്ള ഒരു ശില്പത്തെ കാണുന്നു. ആ ശില്പി കാണുന്ന പോലെ ദൈവം നമ്മളെ കാണുന്നത്. അപ്പം യെരമ്യാവ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ ഒരു ക്രിയേറ്റീവ് വർക്ക് നിന്നിൽ ചെയ്യുന്നുണ്ട്, നിന്നെ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. എന്തുവാ കാര്യം? അടുത്ത വാക്യങ്ങളുണ്ട്. ഗർഭപാത്രത്തിന് പുറത്ത് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? വിശദീകരിച്ചു. ഡെഡിക്കേറ്റഡ് ആയെന്ന്. യിരെമ്യാവിൻ്റെ മാതാപിതാക്കളല്ല ഡെഡിക്കേറ്റ് ചെയ്തേ. നമ്മൾ വിചാരിക്കും എൻ്റെ പപ്പയും മമ്മിയും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മിനിസ്ട്രി വന്നതല്ല. ഇതിന് മുമ്പേ ഒരു വിശദീകരണം ദൈവം ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഇതിനു വേണ്ടി നമ്മളെ മാറ്റിയിരിക്കുക ദൈവം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്തിരിവില മനസ്സിലാക്കുന്നതേ ഉള്ളൂ. യിരെമ്യാവിന് മനസ്സിലായതുപോലെ. അടുത്ത വാക്യം. I already appointed you as a prophet for the Gentiles. ദൈവത്തിൻ്റെ വാക്കുകളാ. അടുത്ത വാക്യം, അതാണ് രസം. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, പിന്നെ ഞാനെങ്ങനെ പ്രവചിക്കുന്നേ? ഞാൻ നേരെ പോലെ സംസാരിക്കത്തില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ 10 സെന്റൻസ് എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? ആ വ്യക്തിയാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ പ്രവാചകനായി. അപ്പൊ ദൈവത്തിൻ്റെ ചോയ്സ് എങ്ങനാ? നിന്റെ സംസാരത്തിൻ്റെ കഴിവനുസരിച്ചിട്ടാണോ? നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ സെലക്ട് ചെയ്തു. എന്തിനോ വേണ്ടി? ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി. അതൊരു റിയലൈസേഷനാണ്. പുള്ളി പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ബാലനല്ലോ. ഇതെങ്ങനെ പുള്ളിക്ക് മനസ്സിലായേ? യിരെമ്യാവ് ചെന്ന് എന്തെങ്കിലും, മമ്മി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ, ചിലപ്പോൾ വിക്കിയായിരിക്കും പറയുന്നത്, പേടിച്ചായിരിക്കും പറയുന്നത്. അവൻ പറയട്ടെ നിനക്ക് സംസാരിക്കാൻ പോലും നേരെ ചോദിക്കുന്നു, സംസാരിക്കുക. ഇത്ര ദിവസം നീ ക്ലാസ്സിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചോളൂ. അപ്പോൾ കൊച്ചു വന്നു, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ആ സമയത്ത് മാറി ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴേ ചേട്ടന്മാർ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. എടാ നീ കൊച്ചാ, നീ മാറി നിൽക്കടാ അല്ലേ? അപ്പോൾ അവൻ്റെ മനസ്സിൽ തന്നെ ഞാനെന്തുവാ, ഒരു ബാലനാ. ഇതെല്ലാം സമൂഹം അവനെ അടിച്ചേൽപ്പിച്ചതാ. അവൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാനൊരു ബാലനാ, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. ഇപ്പൊ ദൈവം പറയാ, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നീ ജനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുറിച്ച് നമ്മൾ ജനിക്കുന്നതെന്നും പറഞ്ഞ ദൈവമാണ്. നമുക്ക് വേണ്ടി പ്ലാൻ ഇട്ട ദൈവമാണ്. നമുക്ക് വേണ്ടി പർപ്പസ് ഉണ്ടാക്കിയ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന അടിസ്ഥാനത്തില്ല, കർത്താവ് ഉദ്ദേശിക്കുന്ന അടിസ്ഥാനത്തില്ല. യേശു ജനിക്കുന്നതിന് മുമ്പേ മറിയോട് എന്ന് ദൂതൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞ് ലോകരക്ഷകനാ.
പ്ലാൻ ബിഫോർ. ജനിച്ചതിന് ശേഷമല്ല പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ചില പറയും, കർത്താവേ എനിക്കൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ ഞാൻ ആ കുട്ടി എന്ത് ചെയ്യും? ദൈവത്തിന് വേണ്ടി നേരും. ഈ ചിന്ത പോലും മനസ്സിൽ വരുന്ന ദൈവം പ്ലാൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ. ആ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് ആ ചിന്ത പോലും ദൈവം ഇടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആരും ഈ ഭൂമിയിൽ ആക്സിഡൻ്റ് ആയിട്ട് വന്നതല്ല. നമുക്കെല്ലാം ദൈവം ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട്. ആ പർപ്പസ് മനസ്സിലാക്കാതെയും ഈ ലോകത്തിൻ്റെ ചിന്തകളിലും ലോകക്കാർ പറയുന്ന അഭിപ്രായത്തിലും നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വിലയും നമ്മളെ തന്നെ കൽപ്പിക്കാത്ത. പൗലോസിന് തൻ്റെ വില മനസ്സിലായി. ദൈവം താൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോഴും താൻ അറിഞ്ഞില്ല. പക്ഷേ താൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം കണ്ടത് എന്തുവാ? ഈ യൂറോപ്പ് മുഴുവൻ സുവിശേഷീകരിക്കുവാൻ, ഏഷ്യ മൈനർ സുവിശേഷീകരിക്കുവാൻ ഒരാളെ ദൈവം തെരഞ്ഞെടുത്തു. ആ 12 പേരിലില്ലാതെ ഒരാളെ. അതാ ദൈവത്തിൻ്റെ കോളിംഗ്. ഇന്നലെ യാദൃശികമായിട്ട് ഞാനൊരു പാസ്റ്ററെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്റർ, ഇവിടെ പുള്ളി അസോസിയേറ്റ് പാസ്റ്ററായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്ററാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോവുകയില്ല, ജോലിക്ക് പോയി. ഞാൻ ജോലിക്ക് പോയി, ഇൻ്റർവ്യൂവിന് പോയി. വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, പാസ്സായി. ഞാൻ പപ്പയെ വിളിച്ചു പറഞ്ഞു, പപ്പ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി, ഞാൻ പാസ്സായി, നല്ലൊരു ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പാസ്റ്റർ, സ്തോത്രം എന്ന് പറഞ്ഞു. സന്തോഷം. താനന്ന് തിരിച്ച് വീട്ടിലേക്ക് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ട്രെയിനിൽ കയറി ബർത്തിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് തൻ്റെ പേര് വിളിക്കുന്നു. താൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി, ആരെന്നെ വിളിക്കുന്നേ? പിന്നെ കിടന്നു, പിന്നെയും തൻ്റെ പേര് വിളിച്ചു. ഞാൻ നിന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുകയെന്ന് ആ ശബ്ദം പുള്ളി കേട്ടു. പുള്ളി ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് പപ്പയോട് പറഞ്ഞു, പപ്പേ ഞാൻ ആ ജോലിക്ക് പോകുന്നില്ല. കാരണം എന്തു പറ്റി? ട്രെയിനിൽ കിടന്നപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കോളിംഗ് അതായിരുന്നു. താൻ റിയലൈസ് ചെയ്ത് എപ്പോഴാണെന്നറിയാമോ? ആ ബർത്തി കിടക്കുമ്പോഴാ. താനത് വേണ്ടെന്ന് വെച്ചതാ. തൻ്റെ പപ്പയുടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ടപ്പോൾ താൻ വിചാരിച്ച ആ പരിപാടിക്ക് പോകണ്ട. കഷ്ടത അറിഞ്ഞിട്ട് താൻ പറഞ്ഞു, എനിക്ക് ആ പരിപാടിക്ക് പോകണ്ട. ഇന്ന് പുള്ളി UK യിലാണല്ലോ. ദൈവം അത്ഭുതകരമായി പുള്ളി നടത്തുന്നുണ്ട്. പുള്ളി ജോലിയും ചെയ്യുന്നുണ്ട്, സുവിശേഷ വേലയും ചെയ്യുന്നുണ്ട്. സംടൈംസ് നമ്മൾ ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നറിയണം. മോശ അറിഞ്ഞത് എങ്ങനെ? ശരിക്കും മരുഭൂമിയിൽ വെച്ച് അല്ലേ? ബേണിംഗ് ബുഷ്. തൻ്റെ വിളി താൻ ഒന്നും കൂടെ മനസ്സിലാക്കി. ഞാൻ പറയട്ടെ, കുട്ടികളോടും പറയാ, യുവർ വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ യുവർ എഡ്യൂക്കേഷൻ. അല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ വാല്യൂ. രൂപനെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് വാല്യൂ. മാതാപിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലേ? എന്തുവാണോ ദൈവത്തിൻ്റെ പ്ലാൻ, അതിലേക്ക് താൻ വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. രൂപിൻ്റെ എക്സാമ്പിൾ ഒക്കെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇപ്പോൾ രൂപിനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണെന്ന് വിചാരിക്കട്ടെ. ഈ വരുന്ന ജനറേഷനിൽ യൂറോപ്പ് മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ, റിവൈവലിന് വേണ്ടി പുള്ളിയെ കണ്ടിരിക്കാൻ വിചാരിക്കും. അവിടെ മാതാപിതാക്കൾ വിചാരിച്ചു, ഓക്കെ ഫൈൻ. അത് അവർക്കറിയില്ല. അവരെന്ത് വിചാരിച്ചു? നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല IT പ്രൊഫഷണലോ എന്തെങ്കിലും ആക്കിയെന്ന് വിചാരിക്കും. അദ്ദേഹം അതിന് പോവുകയും ചെയ്യും. പക്ഷെ ഒരു വഴിക്ക് വെച്ച് എന്ത് ചെയ്യും? ദൈവം പിടിക്കും. കാരണം ദൈവത്തിൻ്റെ കോളിംഗ് എവിടെ കിടക്കുക? ജനിക്കുന്നതിന് മുമ്പ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം പറ്റുന്നൊരു തെറ്റാത്. നമ്മുടെ മക്കളെക്കുറിച്ചൊരു കോളിംഗ് നമുക്കറിയാമില്ല, നമ്മളെല്ലാം കൂടെ ചെയ്യും. ചിലര് നമ്മുടെ നാട്ടിലുണ്ട്, ചിലര് അല്ലേ ഡോക്ടറാണ്, ഒരാൾ ഡോക്ടറാണ്, അടുത്ത ആളെയും ഡോക്ടറാക്കാൻ നോക്കും, അടുത്ത ആളെയും ഡോക്ടറാക്കാൻ നോക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരിക്കൽ ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ഡോക്ടറായ വ്യക്തി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. ഞാനത് ചിന്തിക്കാൻ കാര്യം, അടുത്തിടയ്ക്ക് ഒരു സംഭവം എൻ്റെ വൈഫുമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന, നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണുന്നു, നിങ്ങൾക്കൊരു സർജറിയാണ്. അപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ,
എനിക്ക് ഇതിന് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, എൻ്റെ മാതാപിതാക്കളെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ തൊഴിൽ വന്നത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോയി സർജറി ചെയ്യുമോ? എന്താ ഈ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മൾ അദ്ദേഹത്തിന് കോളിംഗ് ഇല്ല, അടിച്ചേൽപ്പിച്ചിരിക്കുക. പുള്ളി എത്ര നല്ല വൈവിധ്യമുള്ള വ്യക്തിയാണെങ്കിലും നമ്മളൊന്ന് മടിക്കും. എന്തുവാ? തൻ്റെ ഹൃദയത്തിൽ ആ പാഷൻ ഇല്ല. ദൈവം നിന്നെ ഒരു കാര്യത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നോ അറിയാതൊരു പാഷൻ നിന്നിലേക്ക് ദൈവം തരും. ആ പാഷൻ മോശക്കുണ്ടായിരുന്നു. അതാ കണ്ട ഉടനെ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വേദന ഒറ്റയടിക്ക് കൊന്നത്. പക്ഷെ ചെയ്ത രീതി തെറ്റായിപ്പോയി. ദൈവം നമ്മളിലേക്ക് പാഷൻ തരും. സുവിശേഷം പങ്കുവെക്കാനാണെങ്കിൽ അതിനുള്ള പാഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നറിയാൻ തപ്പിത്തടയുമായിരിക്കും. പക്ഷേ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിങ്ങുന്ന് പൊട്ടി അങ്ങ് പുറത്തോട്ട് വരും. നമുക്ക് വേണ്ടത്, കർത്താവെ എന്നെ എന്തിനാ ഭൂമിയിൽ ആക്കിയെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാടുണ്ടാകണം. പൗലോസിന് കിട്ടിയതുപോലെ, മോശയ്ക്ക് കിട്ടിയതുപോലെ, ഇരമ്യാവിന് കിട്ടിയതുപോലെ എനിക്കും വേണം കർത്താവെ ആ ഒരു തിരിച്ചറിവ്. അപ്പം നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യത്തില്ല, നമ്മളെ പർപ്പസിൽ തന്നെ നിൽക്കും. ആട്ടിടയനായിരുന്ന ദാവീദ് ഒരു ദിവസം രാജ കിരീടം വെച്ച് നിൽക്കുന്നൊരു കാഴ്ച ഓർത്തു. കെൻ യു ഇമാജിൻ ഇറ്റ്? അല്ലേ? നമ്മുടെ നാട്ടിൽ പശുവിനെ വളർത്തിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തി സുപ്രഭാതത്തിൽ പ്രൈം മിനിസ്റ്ററായ നമ്മൾ ഓർത്ത് നോക്കിക്കേ, വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഇത് ചെയ്യും, നടക്കും. ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്. അവിടെയാണ് KR നാരായണൻ, അറിയോ? KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി പഠിച്ചത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇരുന്ന പുള്ളി പഠിച്ചത്. അപ്പം ഞങ്ങളെല്ലാം അവിടെ പോയി ഇരിക്കാറുണ്ട്. ഒരു ഫീലിംഗ്, ഞങ്ങൾ പഠിച്ച കോളേജിൽ പഠിച്ച വ്യക്തിയാണല്ലോ എന്നറിയാം. പക്ഷെ അത് എങ്ങനെ കിടന്ന വ്യക്തിയെന്നറിയോ? അത് എവിടെ എത്തിയെന്നറിയോ? അതൊരു കോളിങ്ങാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പർപ്പസിൻ്റെ ഫുൾഫിൽമെൻറ്റാണ്. അല്ലാതെ തൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല. അതിനെക്കാട്ടി കഴിവുള്ള എത്ര പേരുണ്ടെന്നറിയോ? ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഡോക്ടറേറ്റ്സ് ഡിഗ്രി ഉള്ളവരുണ്ട്. നിങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ഡിഗ്രി, ചില +2 പോലും പാസ്സായി കാണത്തില്ല. ഉണ്ടോ? പക്ഷേ ഒരു സ്കൂളിൻ്റെ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര ഡോക്ടറേറ്റ് ഉള്ള വ്യക്തി പറഞ്ഞാൽ സംഭവിക്കുമോ? ആരാ ഫൈനലൈസ് ചെയ്യണ്ടേ? ഈ 12ാം ക്ലാസ് പഠിച്ച ഈ വ്യക്തി. എന്തുവാ പുള്ളിയുടെ അതോറിറ്റി? അതാ കോളിങ്. അതാ പുള്ളി സൈൻ ചെയ്താൽ എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല, ഇതാണ് ഫൈനൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ എത്തുള്ളൂ. നല്ല, അത് ലോകത്തിൻ്റെ സിസ്റ്റമാ. ദൈവത്തിൻ്റെ സിസ്റ്റം അങ്ങനല്ല. ദൈവത്തിൻ്റെ സിസ്റ്റം ലോകത്തെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തുന്ന. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ് ബലഹീനതയാണ്. ബലഹീനത ഉണ്ടെങ്കിൽ ദൈവത്തിന് അവരെ വളരെ മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ താന്ന്, കർത്താവ് എന്നെ കൊണ്ടൊന്നും പറ്റും, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ചാലുണ്ടല്ലോ, ദൈവത്തിന് ഇത്രമാത്രം സന്തോഷം വേറൊന്നുമില്ല. കാരണം ദൈവത്തിന് പണിയാം, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് പിന്നെ കൊണ്ടുവരാം. ആ കല്ലിനെ ചെത്തി 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 ഏറ്റവും മനോഹരമായ രൂപം ഉണ്ടാക്കുന്ന ശില്പിയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പാ ദൈവത്തിനൊപ്പം. ആ ഒരു വില്ലിങ്നെസ് നമുക്ക് വേണം. പലരും നമ്മൾ ട്രാൻസ്ഫോം ചെയ്തതിൻ്റെ കാര്യം നമ്മുടെ ചിന്ത നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ദൈവത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ, DL മോഡി പറഞ്ഞ ലോകത്തിന് അറിയത്തില്ല ദൈവം നമ്മളെക്കുറിച്ച് എന്താ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ഞാൻ പോൾ യോങ്ങിൻ്റെ പുസ്തകം നേരത്തെ വായിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇത്ര സിമ്പിളായിട്ടുള്ള മെസ്സേജ്, അതിനെക്കാട്ടി വലിയ വലിയ മെസ്സേജ് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള പാസ്റ്റർമാരും ചെറുപ്പക്കാരും ബൈബിൾ സ്കൂളുകളിലും പറയും. അത്ര ഇതൊന്നും. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഉണ്ടല്ലോ,
ചെറിയ ആദാം ഹോവയെക്കുറിച്ചേ പറയുള്ളൂ. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൾക്കാർ സൗഖ്യമാകുന്നു, പരിശുദ്ധാത്മാവിടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നു, അവർ കർത്താവിനെ സ്വീകരിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? തൻ്റെ കോളിങ്ങാ, തൻ്റെ കഴിവല്ല കോളിങ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വേലയ്ക്ക് ആവശ്യം കഴിവല്ല, കോളിങ്. കോളിങ് ഉണ്ടെങ്കിൽ അതിനെ ദൈവം എക്യുപ്പ് ചെയ്യും. മോശ ഏകദേശം 2 മില്യൺ ആൾക്കാരെയാ എവിടുന്ന് കൊണ്ടുവന്നത്? ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുവന്നത്. സംസാരിക്കാൻ അറിയാൻ മേലാത്ത വ്യക്തിയാണ്. അത്രയും പേരെ ഒന്ന് ഈ ചർച്ചിനെ തന്നെ നമുക്കൊന്ന് മാനേജ് ചെയ്യണമെന്ന് ചിന്തിച്ച് നോക്കിക്കുക, എത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ തൻ്റെ കോളിങ് അതായത് കൊണ്ടാണ് പുള്ളിക്കത് സാധിച്ചത്. ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പം അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ നോക്കി നമ്മൾ വിലയിരുത്താൻ പാടില്ല. കാരണം നമുക്കറിയില്ല ദൈവം അദ്ദേഹത്തെ വിളിച്ചെന്തിനാണെന്ന് അറിയാൻ പറ്റുമോ? സോണി ബ്രദറിനെ വിളിച്ചെന്തിനാണെന്ന് എനിക്കറിയില്ല. അത് സോണി ബ്രദർ റിയലൈസ് ചെയ്യുന്ന ദിവസമുണ്ട്, അന്ന് അദ്ദേഹം തുള്ളിച്ചാടും. ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ വിചാരങ്ങളല്ല, എൻ്റെ വഴികളല്ല, അഗോചരമായിട്ടുള്ള വിചാരങ്ങളാണ് ദൈവത്തിന് ഒരു ക്രിയേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അടുത്ത് എത്താത്തതിൻ്റെ കാര്യം അറിയോ? നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുക. പൗലോസ് യഹൂദ മതത്തിൽ നിന്ന് പരീശനായി ജീവിച്ചെന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ യേശു കഴിഞ്ഞ 2ാം സ്ഥാനം സത്യം പറഞ്ഞാൽ പൗലോസിനാണ് നമ്മൾ ക്രിസ്തീയ സമൂഹം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? പത്രോസ് പോപ്പായിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും പൗലോസ് സ്പ്രെഡ് ചെയ്തതുപോലെ ആരാ സ്പ്രെഡ് ചെയ്തത്? ഗോസ്പൽ. അതെന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം റിയലൈസേഷൻ വന്നു, എന്നെ വിളിച്ച വിളി എന്തുവാ? ജാതികളോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒറ്റ വാക്കാ പുള്ളി എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ബലഹീനതകളെയും മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയത്. തനിക്ക് ശൂലം ഉണ്ടായിരുന്നത്, അതെന്താ നമുക്കറിയില്ല. പക്ഷേ ആ ശൂലം വെച്ചുകൊണ്ടാണ്, ആ വേദന വെച്ചുകൊണ്ടാണ്, ആ പ്രയാസം വെച്ചുകൊണ്ടാണ് ഈ രാജ്യം മുഴുവൻ പുള്ളി സന്ദർശിച്ചത്. തനിക്ക് ശരീരത്തിൽ രോഗമുള്ളപ്പോഴും തൻ്റെ രോഗികളെ സൗഖ്യമാക്കി. തൻ്റെ കോളിങ് അതാ. നമുക്ക് മനസ്സിലാക്കണം എന്നെക്കുറിച്ചുള്ള കോളിങ് എന്നാ, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കോളിങ് എന്നാ. അതിലേക്ക് തന്നെ പോകണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യേണ്ട ഹെൽപ്പെല്ലാം ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് അത് അവരുടെ സ്കില്ലോ അവരുടെ നിറവോ അവരുടെ ഒന്നും ആയിരിക്കില്ല. കാരണം ദൈവം അവരെ എന്ത് ചെയ്തു? നമ്മൾ കൊലോസിലെ എഫേസ്യയിലെ എന്ത് വായിച്ചതുപോലെ, എഫേസ്യയിലെ എന്ത് വായിച്ചത് എടുക്കാം, 2-ാം അധ്യായം ഒന്നുകൂടെ വായിക്കാതെ. എഫേസ്യ ലേഖനം ഓക്കെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറഞ്ഞ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ആർട്ടിസ്റ്റിന് ഒരു 50 പിക്ചർ പുള്ളി വരച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം മാറുന്ന ഒരു പിക്ചർ തൻ്റെ മാസ്റ്റർ പീസ്, താൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു ക്രിയേഷൻ. അത് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. മറ്റെല്ലാ ക്രിയേഷനിൽ നിന്നും വ്യത്യസ്തമായി നിർത്തിയിരിക്കുന്ന ഹ്യൂമൻസിനെയാണ്, മനുഷ്യനെയാണ്. ദൈവം എത്ര ക്രിയേഷൻസ് ചെയ്തു, പക്ഷെ മനുഷ്യനെ ദൈവം മാറ്റി നിർത്തി. എന്താ? തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവം നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളാണ്. നമ്മുടെ ദൈവ പദ്ധതിയെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലോകം കൊണ്ട് നിർത്തും. അങ്ങനെയല്ല കേട്ടോ. ഇതൊരു ടെമ്പററി പ്ലേസാണ്. നമ്മൾ ഇറ്റേണൽ ബീയിങ്ങാണ്. ദൈവത്തിൻ്റെ പ്ലാൻ ഇറ്റേണിറ്റി കിടക്കുന്ന. സോണി ബ്രദറിനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ഇവിടെ ജീവിച്ച് ജോലി ചെയ്ത് അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ഇറ്റേണിറ്റിയിൽ ദൈവമായിട്ടുള്ള ആ സമയത്ത് തനിക്കൊരു ഉത്തരവാദിത്വവും തനിക്കൊരു ദൈവം പ്ലാൻ ചെയ്തിട്ടാ ജനിക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇരമ്യാവിനെ കുറിച്ച് പറഞ്ഞത് തൻ ലോകത്തിലുള്ള ഉത്തരവാദിത്വമാണ്. ഏതാ? ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി. പക്ഷെ അതിന് ശേഷമുണ്ട്, അത് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ആരാ പറഞ്ഞേക്കുന്നത്? പത്രോസാണ്. ആരാ പറഞ്ഞിട്ടുണ്ട്? പൗലോസാണ് തോന്നുന്നത്. പലതും നമുക്ക് വെളിപ്പെട്ട് ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. യോഹന്നാനാ പറഞ്ഞത്. എല്ലാം വെളിപ്പെട്ട് നമ്മൾ എന്തായി തീരുമെന്ന് ഇതുവരെ അറിയത്തില്ല. ആ ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യമാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് തീരുമാനിച്ച ആ ദൈവം തന്നെയാണ് നമ്മുടെ ഇറ്റേണിറ്റിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പോകുന്ന പോലെ ഉള്ളൂ.
നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല ഇത്. കാരണം ഈ ശരീരം വെച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെന്ന് കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. മരിച്ചാലും ജീവിക്കും. ആ ഒരു പ്രത്യാശ നമുക്കുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ ദൈവവുമായിട്ടുള്ള ജീവിതമാണ്. അവിടെ നമ്മൾ ദൈവത്തോടൊപ്പം വാഴുക, ഭരിക്കുമെന്നാണ് പറയുന്നത് അല്ലേ ബൈബിൾ, അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ. അതൊക്കെ നമുക്ക് ഗ്ലിംസായിട്ട് കിട്ടിയിട്ട് പൂർണ്ണ രൂപത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ മനസ്സിലെ ഐഡിയാസാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചിന്തൽ ഇതാണ്. ആരെങ്കിലും ഒരാൾ നിങ്ങളെ വില കുറച്ച് കണ്ടാൽ നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം നിങ്ങൾ അതോ ഭാഗത്ത് ആരും അറിയാത്ത സമയത്ത് വ്യക്തിപരമായി ദൈവം നിങ്ങളെ നിർമ്മിച്ചാണ് ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത്. അതിന് നിങ്ങളെ വില കുറച്ച് കാണാൻ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ആ വില ഒരിക്കലും ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് കുറയത്തില്ല. എന്നാണെന്നറിയാമോ? ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ആദാമിനെ സൃഷ്ടിച്ചു, ഹൗവയെ സൃഷ്ടിച്ചപ്പോൾ കെയർഫുള്ളായി വാരിയെല്ലെടുത്തു അല്ലേ? ഹൗവയെ സൃഷ്ടിച്ചു. ദൈവത്തിന് നമ്മുടെ കാര്യങ്ങൾ അറിയാം. ഇതാണ് ശ്രേഷ്ഠമായ അനുഭവം. ഈ ഒരു ചിന്താഗതി ഒരു മതത്തിനും തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് മതത്തിലെടുത്ത് നോക്കിക്കോ, ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള അല്ലേ, ഇത്രയും തേജസ്സേറിയ ഒരു സിസ്റ്റം വേറെങ്ങുമില്ല. മരിച്ചാലും ജീവിക്കും. നിങ്ങളുടെ പാപം എത്ര കടു ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അതൊരു പ്രവാചകനും കഴിഞ്ഞിട്ടില്ല, യേശുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഭൂമിയിലായിരുന്നപ്പോൾ യേശു പക്ഷപാതക്കാരനെ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പാപം ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് വാല്യൂ തരുന്ന ആരാ? എൻ്റെ ദൈവമാണ്, മനുഷ്യരല്ല. എൻ്റെ ഭർത്താവല്ല, ഭാര്യയല്ല, മക്കളല്ല, ജോലി സ്ഥലത്തെ മാനേജറല്ല, പാസ്റ്ററല്ല, ബ്രദേഴ്സല്ല, സിസ്റ്റേഴ്സല്ല. ആരാ? ദൈവം അല്ലേ? എവിടെയോ ബൈബിളിൽ ഒരു ഭാഗത്തായിട്ടുണ്ട്, ഞാൻ നിൻ്റെ കരത്തിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ഒരിക്കലും ആഗ്രഹമില്ല നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ. ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾ സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തും. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് പറയുന്നത്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, മുട്ടിക്കൊണ്ടിരിക്കുക, വാതിൽ തുറന്നാൽ പിന്നെ ഫെലോഷിപ്പാ. ഹല്ലേലൂയ. പിന്നെ ഫെലോഷിപ്പാ. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഈ ഓട്ടത്തിൽ ഈ മുട്ട് കേൾക്കാറില്ല, നോക്കിങ് കേൾക്കാറില്ല അല്ലേ? ആരെങ്കിലും വീടിൻ്റെ വെളി വന്ന് ഡോറെ മുട്ടുക, അകത്ത് വലിയ ഡാൻസ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ കേൾക്കുമോ മുട്ടുന്നത്? അതേപോലെ നമ്മുടെ ജീവിതം പോകുന്നത് വളരെ ബിസി ലൈഫാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനോ ആ നോക്ക് കേൾക്കുവാനോ നമുക്ക് സമയമില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ആ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മളെല്ലാവരും വരണം. കർത്താവ് നമ്മളെ വലിയ വാല്യൂ ആയിട്ട് കാണുന്നു. ആരും നമ്മളെ നമ്മുടെ സ്കിന്നിൻ്റെ പേരിലോ കഴിവിൻ്റെ പേരിലോ ഒന്നിലും നമ്മൾ വില കുറച്ച് കാണാൻ, വില കുറച്ചവർ കണ്ടോട്ടെ, പക്ഷേ എങ്കിലും അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കരുത്. യിരെമ്യായോട് പറഞ്ഞ പോലെ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള പ്രവചനം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അത് കവിയത്തില്ല അല്ലേ? തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകത്തില്ല. അതെ, ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. എനിക്ക് എന്നെക്കുറിച്ചുള്ള വിചാരത്തെക്കാട്ടിലുള്ള വിചാരമാണ് ആർക്കുള്ള? അത്രേ ഉള്ളൂ. അതാ കാര്യം. നമ്മൾ വിചാരപ്പെടുന്ന എല്ലാം സില്ലി കാര്യങ്ങളാണ്. ദൈവം വിചാരപ്പെടുന്നത് നമ്മുടെ എറ്റേണിറ്റിയെക്കുറിച്ചാണ്. ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ ജോലിക്ക് പോകാനുള്ള യൂണിഫോം തയ്ച്ചോ ഉണങ്ങി ഇട്ടോ അതുവരെ നമ്മൾ പറയിടാം അല്ലേ? നാളെ ഉച്ചയ്ക്ക് ഉണ്ടോ ടിഫിൻ ഇന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അതും നമ്മൾ പറയിടാം. കഴിക്കാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ വറീസ് ഉണ്ട്. പക്ഷെ കർത്താവ് നോക്കുന്നത് എങ്ങനെയെങ്കിലും ഇവരെ എന്നോടൊപ്പം എത്തിക്കണം. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഈ ചിന്ത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ
നിഗൃഹീതമായ ദൈവികാലോചന നമ്മൾ കേൾക്കാറുന്നല്ലോ. ആമേൻ. എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. പ്രൈസ് ദി ലോർഡ്. വർക്ക്മാൻഷിപ്പ്, പോയമെന്നുള്ള പദം വന്നിരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന്. നീ കർത്താവിൻ്റെ പോയമാണ്, നീ കർത്താവിൻ്റെ കവിതയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഡീറ്റെയിൽസ് എല്ലാം നൽകിയിരിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിലായിത്തീരുമ്പോൾ സംഭവിക്കുന്നതാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ തന്നെ കർത്താവ് ഈ പദ്ധതി കണ്ടുവച്ചേക്കുക. നിങ്ങളെ ഒക്കെ കർത്താവ് പണിത് കർത്താവിന് ഇഷ്ടമുള്ള സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്തേക്കുക. ഒരാളിങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുന്നവരെ കുറിച്ചാണ് താഴെ പറയുന്നത്. എന്തുവാ? മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു നമ്മുടെ പ്രാകൃത മനുഷ്യൻ. നമ്മൾ പ്രാകൃതന്മാരായിരുന്നു. പക്ഷേ കർത്താവ് നേരത്തെ കൂട്ടി കണ്ടു നമ്മളെ എന്തോ ആക്കണമെന്നാ, അവൻ്റെ സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു ക്രിയേഷനായിട്ട് കർത്താവ് നമ്മളെ നേരത്തെ തന്നെ കണ്ടു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മളിവിടെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ എത്നിസിറ്റി എഴുതുമ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഏഷ്യൻ ഇന്ത്യൻ, ഏഷ്യൻ പാകിസ്ഥാൻ, ബ്ലാക്ക് ആഫ്രിക്കൻ അല്ലയോ, അങ്ങനെ എഴുതത്തുള്ളൂ. ബ്രിട്ടീഷ് ആണെന്ന് എഴുതാൻ പറ്റുമോ? എത്നിസിറ്റി എപ്പോഴും എത്നിസിറ്റി അങ്ങനെ തന്നെയാണ്, അതിനെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് അതുകൂടെ മാറ്റി. അതാണ് കർത്താവിൻ്റെ അത്ഭുതം. നിന്നെ എൻ്റെ ഗാനമാക്കി, നീയാണെന്നുള്ളിലെ ഗാനം, നീയാണൻ ഉള്ളിലെ സംഗീതം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ, വിസ്മയ. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങും. എനിക്ക് പാടി ഇവരെ കാണാൻ പാടിയ നമുക്ക് കേൾക്കാമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവാണ് എൻ്റെ ഉള്ളിലെ ഗാനം. എന്നെ ഒരു പോയറ്റ് എന്നെ എങ്ങനെയാണ് മെനഞ്ഞത്, എന്നെ എങ്ങനെയാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ആക്കി തീർത്തു. എന്തിനാണെന്നറിയാമോ? സൽപ്രവൃത്തി ചെയ്യാൻ. സൽപ്രവൃത്തിയാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട്, അല്ലേ? നമ്മളിൽ നിന്ന് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികൾ. നന്മ വരട്ടെ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരാൻ ഒരു പഠിച്ച വാക്യങ്ങൾ പറഞ്ഞു. In His time, He makes things beautiful. In His time, Lord, please show me every day as You're teaching me Your way, that You do just what You say. In Your time, in Your time, in Your time, You make all things beautiful. In Your time, Lord, my life to You I rend. May each song I have to sing be to You a lovely thing. In Your
28, verse 1. Great is the Lord, most worthy of all praises. In our God's city, in his holy mountain. Ask, it should be given. Trust in the Lord. Beat. വചനപ്രകാരം നിമിത്തം ഞങ്ങളുടെ പൈതങ്ങളെല്ലാം ഉരുവായത് കർത്താവേ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണല്ലോ നാഥ, ദൈവം തന്ന ദാനമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെ കുറിച്ചെല്ലാം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടല്ലോ നാഥ. ആസ് എ പാരന്റ് കർത്താവേ, ആ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ പൈതങ്ങളെ തയ്യാറാക്കുന്നതിന് അങ്ങ് ഞങ്ങൾ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കർത്താവേ. അവർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണല്ലോ അവരുടെ ലൈഫിലുള്ള ചലഞ്ചസ് കർത്താവേ. അതെങ്ങനെ സോർട്ട്
സോർട്ട് ഔട്ട് ചെയ്യണമെന്ന്, എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പലപ്പോഴും ഞങ്ങൾ അജ്ഞരാണ് നാഥ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ പൈതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പൈതങ്ങളുടെ ശരീരത്തിലുണ്ടാകുവാൻ അങ്ങ് സഹായിക്കണമേ. ഇതാ വഴി, ഇതിലേ പോകും മകനെ മകളെ എന്ന് പറയുന്ന ശബ്ദം കർത്താവേ എപ്പോഴും അവരുടെ കാതുകൾ കേൾക്കുന്നതിന് വേണ്ടി അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങൾ വളരണമേ, ജ്ഞാനം നിറയണമേ, ആത്മാവിൽ ബലപ്പെടണമേ, ദൈവകൃപ നിറഞ്ഞവരായി വളരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് കർത്താവേ. ഞങ്ങളുടെ ടീനേജേഴ്സ്, ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങൾ കർത്താവേ, ഞങ്ങളുടെ യുവാക്കന്മാർ, ഞങ്ങളുടെ യുവതികൾ കർത്താവേ, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ ഉദ്ദേശം കർത്താവ്, ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവേ. ഒരു സുവിശേഷീകരണത്തിന്റെ ഭാഗമാകുന്ന ഒരു തലമുറയെ വാർത്തെടുപ്പാൻ കർത്താവേ, ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരങ്ങളെ കർത്താവ്, ഞങ്ങളുടെ സഹോദരിമാരെ കർത്താവ്, ഞങ്ങളുടെ പൈതങ്ങളെ അതിനുവേണ്ടി ഒരുക്കുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പൈതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. യാതൊരുവിധം കർത്താവേ ശാരീരിക ബലഹീനതകളും ഇല്ലാതെ കർത്താവേ അങ്ങ് അവരെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ബുദ്ധി അങ്ങ് നന്നായി വികസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവികമായ ജ്ഞാനം, ഒരു വിസ്ഡം കർത്താവേ, ഒരു ശലോമോന് കൊടുത്ത പോലെ ഒരു ജ്ഞാനം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു വിസ്ഡം കർത്താവേ, ഒരു കറക്റ്റ് ഡിസിഷൻ എപ്പോഴും എടുക്കുന്നതിന് വേണ്ടി അങ്ങ് അവരുടെ കൂടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. താഴെ അപേക്ഷിക്കുന്ന കൃപ കേൾക്കണമേ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ദാസാനം പരിഗണന. ഹല്ലേലൂയ. നാട്ടിൽ നിന്ന് പോയിട്ട് വന്നവരെ എന്താ സജിത്ത്, അഞ്ചു കുഞ്ഞ്, അതുപോലെ ജീസണ്, പ്രൈസി, പിന്നെ ആരായിരുന്നു പെട്ടെന്ന് ദീപക്ക്, പിന്നെ സജിത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ആരാ പോയെ? ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്. ദൈവം എല്ലാവരും സഹായിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം, പാട്ട് പാടി പ്രാർത്ഥിക്കാം. എനിബഡി എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പാട്ട് പാടാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസനാനെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാ വീട് നമ്മുടെ വീട് ആ
ജീസസ്. കർത്താവേ കൃപ കൃപ കൃപ. മുതൽ തന്നെ കർത്താവേ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ദൈവത്തെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. അതിനെ ലീഡ് ചെയ്യാൻ വേണ്ടി കർത്താവ് ദൈവമക്കളെ ഒരുക്കിയല്ലോ കർത്താവേ. വളരെ ശക്തമേറിയ വചന ശുശ്രൂഷ ദേവദാസനിലൂടെ കേൾക്കാനിടയായല്ലോ കർത്താവേ. അത്ഭുതകരമായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചല്ലോ കർത്താവേ. ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളെ കണ്ടല്ലോ കർത്താവേ. സ്തോത്രം. ഞങ്ങൾ നിസാരരെന്ന് തോന്നുമ്പോൾ കർത്താവേ അങ്ങ് ഞങ്ങളെ വീണ്ടും ഉത്ബോധിപ്പിക്കുന്നു. ഞങ്ങൾ നിസാരരല്ല, ക്രിസ്തുവിൽ മുൻ നിർണയ പ്രകാരം ജനിച്ചവരത്രേ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ലോകത്തിലാക്കിയവരത്രേ എന്നൊക്കെ വീണ്ടും ദൈവദാസനിലൂടെ അതിശക്തമായി കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ കർത്താവേ. ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ. മനുഷ്യർ കർത്താവെ പലവിധ മുൻവിധികളാൽ മനുഷ്യനെ കർത്താവെ അവരെ വിലയിരുത്തുമ്പോൾ കർത്താവെ ദൈവം ഞങ്ങളെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് കാണുന്നല്ലോ കർത്താവെ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ തിരുസന്നിധി വെക്കുന്ന കർത്താവെ. എല്ലാവരെയും ദൈവം ആയുസ്സും ആരോഗ്യത്തോടുകൂടെ പരിപാലിക്കണേ കർത്താവെ. അടുത്ത ഒരാഴ്ച ജീവിക്കാൻ വേണ്ട എല്ലാ കൃപയും ബലവും കർത്താവെ ദൈവം അങ്ങ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് പകർന്നു കൊടുക്കണേ കർത്താവെ. അവർ നടക്കേണ്ടതായ പാതകൾ അവരെ അഭ്യസിപ്പിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് കർത്താവെ ഓരോരുത്തർക്കും വേണ്ട വഴികളെ അങ്ങ് കാണിച്ചു കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കണ്ണുനീരിലാക്കി പോകാതെ, ദുഃഖത്തിലായി പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, സങ്കടത്തിലായി പോകാതെ ദൈവം അവരെ കാക്കണേ. എപ്പോഴും സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ദൈവത്തിന്റെ വഴിയിൽ തന്നെ ആയിരിക്കാൻ ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പലരും രോഗികളുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണേ. പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത്ഭുത സാക്ഷികളായി അവരെ എഴുന്നേൽപ്പിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസനായി കുടുംബത്തിനായി സ്തുതിക്കുന്ന ദൈവം വീണ്ടും ദൈവമായ കർത്താവെ സഭയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ ദൈവകൃപകളും കൊടുത്ത് ദൈവം വീണ്ടും ആദരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും ഞങ്ങളെ കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കായി സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി തന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലോലോചനയും സഹകരണം നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും നമ്മുടെ മേലും പ്രദേശങ്ങളുടെ വേലകളുടെ മേലും ഇപ്പോഴെപ്പോഴും തന്നെ രണ്ടാമത്തെ വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവജാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം.